ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് ഫിഷ് കറി മോഡൽ ഒരു കറിയാണ്. ഹസ്ബൻഡാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചിക്കൻ വെച്ചിട്ട് ഇങ്ങനൊരു കറി റെഡിയാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവോ എന്നൊക്കെ. എന്തായാലും ഞാൻ കറി റെഡിയാക്കി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്കും മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കണം. കടുക് 1 ടേബിൾ സ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, ഇഞ്ചി ഒരു വലിയ പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, വെളുത്തുള്ളി 5 അല്ലി നീളത്തിൽ കട്ട് ചെയ്തത്, പച്ചമുളക് 3 എണ്ണം, ഉണക്കമുളക് 5 എണ്ണം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. സവാള മീഡിയം സൈസ് 1 എണ്ണം, കറിവേപ്പില 2 തണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 6 ചെറിയ പീസ്, വളരെ ചെറിയ പീസാണ് കേട്ടോ. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ചെറിയ പീസ് കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 വലിയ പീസ് കുടംപുളി എടുത്താലും മതി, അതായത് പുളിക്കനുസരിച്ച് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. 2 ടേബിൾ സ്പൂൺ ഫിഷ് മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഫിഷ് മസാലപ്പൊടി ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ബോണോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനും ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ചിക്കൻ വേവാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടുപ്പിച്ച് തന്നെ വെക്കണം. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മൺചട്ടി നല്ലതുപോലെ ചൂടാക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഉലുവയും പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉണക്കമുളക്, സവാള എന്നിവ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ പൊടികൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ആഡ് ചെയ്യാം. കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റി വരുമ്പോൾ അതാ വെളിച്ചെണ്ണ ഇതുപോലെ തെളിഞ്ഞു വരണം കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ 2.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ ടൈമിൽ നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഈ ടൈമിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറി മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.